ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ടു AK ട്രാവൽ വ്ലോഗ്. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ ഒരു റൈഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇതൊരു ഫുൾ ഡേ ഓട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, ഇനി കസ്റ്റമറെ കണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. എന്തായാലും നമ്മളിപ്പോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ അകത്തേക്ക് കയറാൻ അല്പം ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ ഗസ്റ്റ് ഇവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്തു. ഹൈസിന്തിലാണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മളെ ഗസ്റ്റിനെ കൊണ്ട് ഹൈസിന്തിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ചെറിയൊരു ട്രിപ്പുണ്ട്. അപ്പോൾ അതിനെ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെയും റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഗസ്റ്റ് ഇവിടെ നിൽക്കുകയാണ്. നമുക്കൊന്ന് പിക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലും ട്രിപ്പുകൾ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ നേരത്തെ ഹൈസിന്തിൽ കൊണ്ടാക്കിയ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ പോവാണ്. പിക്ക് ചെയ്തിട്ട് പുള്ളിയെ ശംഖുമുഖം സൈഡാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ആട്ടോ ചേട്ടന്മാരൊക്കെ എന്നാ വരവാ വരുന്നേ. അപ്പോ ഞാനങ്ങനെ ഹൈസിന്തിലോട്ട് പോവാണ്. ഹൈസിന്ത് എത്താറായി. നമ്മുടെ ഗസ്റ്റിനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. പിക്ക് ചെയ്തിട്ട് ശംഖുമുഖത്താക്കണം. നമ്മൾ ഹൈസിന്തിലേക്ക് കയറുകയാണ്.
അങ്ങനെ നമ്മൾ ഹൈസിന്തിലെത്തി. അപ്പോൾ നമ്മൾ ഗസ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുള്ളി ഇപ്പോൾ ഇറങ്ങി വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഗസ്റ്റിനെ കൊണ്ട് ഇവിടെ ശംഖുമുഖത്ത് ഇറക്കി. ഇവിടെ ഒരു കോളേജിലാണ്. അപ്പോൾ എന്നിട്ടിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കുവാണ്. ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ പാർക്ക് ചെയ്ത് വൈപ്പറൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച്, അല്ലെങ്കിൽ എൻ്റെ വൈപ്പർ ബ്ലേഡ് എല്ലാം പെട്ടെന്ന് കേടാവും. അപ്പം അങ്ങനെ ഗസ്റ്റ് ഇറങ്ങുന്നതും കാത്തങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഗസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി ഇങ്ങ് മെയിൻ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇവിടെ നിൽക്കുവാണ്. എപ്പോൾ വേണോ ഗസ്റ്റ് ഇറങ്ങി വരാം. ഗസ്റ്റിനെ പിക്ക് ചെയ്തിട്ട് നേരെ തമ്പാനൂരാണ്. തമ്പാനൂർ ഹൈസിന്ത് ഹോട്ടലിലാണ് പോവേണ്ടത്. നമ്മൾ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഗസ്റ്റിനെയൊക്കെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. യൂബറൊക്കെ ഓൺ ചെയ്തു. അപ്പോൾ ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിരിക്കുകയാണ്. നമുക്ക് അതൊരു പ്രീമിയർ ട്രിപ്പാണ്. ഒരു 220 ഒരു ട്രിപ്പാണ്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഹയാത്ത് ഹോട്ടലിൽ നിന്ന് എടുത്ത് ഒരു പോത്തീസിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ അങ്ങനെ ഹയാത്തിലോട്ട് പോവുകയാണ് ഗസ്റ്റിനെ പിക്കപ്പ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഹയാത്തിലെത്തി. ഇവിടെ അവരുടെ ഒരു ഫോർമാലിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അവര് ഈവൻ ബോട്ട് വരെ തുറന്നു നോക്കും. ഒരു സെക്യൂരിറ്റി പർപ്പസ് ആൻഡ് സെക്യൂരിറ്റി റീസൺസ് എന്നാ പറയുന്നത് അവര്. എന്നിട്ട് അവരകത്തോട്ട് കയറ്റി വിടുള്ളൂ. ഗസ്റ്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. അവര് ആദ്യം പറഞ്ഞു പോത്തീസി പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വണ്ടി കയറിയിട്ട് തൊട്ടിപ്പുറത്ത് ജയലക്ഷ്മി കണ്ടപ്പോൾ അവിടെ നിർത്തിയാൽ മതി, അവിടെ ഷോപ്പിംഗ് ചെയ്തിട്ട് പോത്തീസിലോട്ട് നടന്ന് പൊക്കോളാം എന്നാണ് പറഞ്ഞത്. രണ്ടും അടുത്തടുത്ത് തന്നെ 100 മീറ്റർ വ്യത്യാസമേ കാണുള്ളൂ. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം നമുക്കിനി അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതുപോലെ പ്രീമിയം ട്രിപ്പൊക്കെ അടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കങ്ങനെ ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. കൂടുതലും യൂബർ ഗോ ട്രിപ്പുകളാണ് വരുന്നത്. പ്രീമിയം ട്രിപ്പൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ദിവസം നല്ല എമൗണ്ടൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമായിരുന്നു. നമുക്കിനിയും പ്രതീക്ഷിക്കാം പ്രീമിയം ട്രിപ്പുകൾ.
കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മുടെ VSSC സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് പിക്കപ്പ്. അവിടെ നിന്നെടുത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ് ആക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ കൊച്ചുവേളി ലെവൽ ക്രോസ് അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബ്ലോക്കിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അത് ഗേറ്റ് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ റെയിൽവേ ഗേറ്റ് തുറന്നെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നും പതുക്കെ മൂവ്മെന്റ് ആയി തുടങ്ങി. പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൊച്ചുവേളി ലെവൽ ക്രോസിംഗ്. റെയിൽവേ ഗേറ്റ്. നമുക്കിനി വലത്തോട്ടാണ് പോവേണ്ടത്. VSSC ഒരു സൈഡ് റോഡ്, ഒരു സൈഡ് റെയിൽവേ, ട്രെയിൻ പോകുന്നുണ്ടോ. ഇത് നല്ലൊരു റോഡാണത്, നമ്മുടെ VSSCയിലോട്ട് പോകുന്ന റോഡ്. അത് പറയണമെന്ന് വിചാരിച്ചതാണ്. റൈറ്റ് സൈഡ് നമുക്ക് റെയിൽവേ ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ട്രെയിൻ കൂടെ വന്നത്. അങ്ങനെ അതും കൂടെ വീഡിയോയിൽ കിട്ടിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ VSSC സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എത്താറായിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സ്റ്റേഷൻ കടവ് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു ജംഗ്ഷനാണത് സ്റ്റേഷൻ കടവ്. വേറെ ഒന്നുമല്ല, അവിടെയും ഇതുപോലെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. റോഡും ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 15-20 അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പം നമുക്ക് ലെവൽ ക്രോസിൽ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റേഷൻ കടവ്. റോഡും അത്ര തന്നെ ഒരു വീതിയില്ല, വണ്ടികൾക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ. നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊരു ബങ്കർ പോവുകയാണ്. അതാണ് നമുക്ക് ഇത്ര സ്ലോ ആയിട്ട് പോവേണ്ടി വരുന്നത്. നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ലേറ്റ് ആവില്ല എന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്റ്റേഷൻ കടവ് ജംഗ്ഷൻ. ചെറിയ ബ്ലോക്കാണ്.
നല്ല ബ്ലോക്കാണ്. VSSCയിലെ വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി. നല്ല ബ്ലോക്കാണ്. നേരത്തെ നമ്മൾ കണ്ട ട്രെയിൻ പോയതിനു ശേഷം ഇവിടുത്തെ ലെവൽ ക്രോസ് തുറന്നു. അപ്പോൾ അതിൻ്റെ തിരക്ക്, പിന്നെ VSSCയിലെ ബസ്സുകൾ സ്കൂൾ കുട്ടികളെ കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ തിരക്ക്, പിന്നെ വൈകുന്നേരം ആയപ്പോൾ സ്കൂളൊക്കെ വിട്ടു. അപ്പോൾ അതിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ തിരക്ക്. ബങ്കറും VSSCക്ക് അകത്തോട്ടാണല്ലോ. നമുക്ക് എന്തായാലും കയറി പോവാം. ഇവിടെ എന്തായാലും ഒരു ചെക്കിങ് കാണും. നിർത്തി അവർ ചോദിക്കും എങ്ങോട്ടാണെന്ന്. അങ്ങനെ ഇവിടെ 2 ഗേറ്റുണ്ട്. 2 ഗേറ്റിലും ചോദിച്ചു. ക്വാർട്ടേഴ്സ് നമ്പറും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്തു. കസ്റ്റമറുടെ പേരും പറഞ്ഞു കൊടുത്തു. പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനകത്ത് കയറി. ഇനി നമുക്ക് പോയി നമ്മുടെ കസ്റ്റമർ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി നമുക്ക് പിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കസ്റ്റമറെ പിക്ക് ചെയ്യണം, നമുക്ക് പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ട്രിപ്പ് കൂടെ കിട്ടിയിരിക്കുകയാണ്. അതിവിടെ കണ്ണമ്മൂലയിൽ നിന്നാണ്. കണ്ണമ്മൂലയിൽ നിന്ന് ശംഖുമുഖം വിടാനാണ് ട്രിപ്പ്. അപ്പോൾ നമ്മളത് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ കണ്ണമ്മൂല ജംഗ്ഷൻ എത്തി. ഇനി അടുത്തെത്തുമ്പോഴാണ് ഓട്ടോ ചേട്ടന്മാർക്ക് യൂട്ടേൺ അടിക്കാൻ തോന്നുന്നത്. ഷോ, എന്താ അല്ലേ? ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. എല്ലാവരും ഭയങ്കര ബിസിയാണ്. നമ്മൾ ഒതുങ്ങിപ്പോയാൽ നമുക്ക് കൊള്ളാം, നമ്മളെ വണ്ടിക്ക് കൊള്ളാം. ഇവിടെ എന്തോ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. ബൈക്കാണെന്ന് തോന്നുന്നു. കാർ ചെന്ന് ബൈക്കിൽ തട്ടിയതാണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. അല്ല, ആക്സിഡന്റ് അല്ല, ഒരു ബുള്ളറ്റ് ഓഫായി പോയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കസ്റ്റമേഴ്സ് വരെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു വണ്ടി കൊണ്ട്. അപ്പോൾ ഇനി അവരെ കയറ്റിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ട്രിപ്പ് അവസാനിച്ചു. ഇവിടെ ശംഖുമുഖ ഉദയസൂട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു 10-12 മിനിറ്റോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീം കൂടെ വരണമായിരുന്നു. അങ്ങനെ കുറച്ചവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ
ഉദയസൂട്ട് ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി. ശംഖുമുഖത്ത് ഗ്രൗണ്ടില് പയ്യന്മാർ ഫുട്ബോൾ കളിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടുമെന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നു ശംഖുമുഖത്ത്. അവിടെ നിന്ന് ട്രിപ്പൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ട്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ചിഞ്ഞ് മാറി കുമാരപുരത്തുനിന്നായിരുന്നു. കുമാരപുരത്തുനിന്ന് ഒരു എയർപോർട്ട് ട്രിപ്പ് കിട്ടി. അപ്പോൾ അത് കസ്റ്റമറെ കൊണ്ടാക്കി. പിന്നെ CNG അടിക്കാൻ ടൈമായിരുന്നു. അങ്ങനെ കൊച്ചുവേളി പ്ലാന്റിൽ പോയി CNG അടിച്ചു. അപ്പോൾ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഊബറിൻ്റെ ഞങ്ങളുടെ ഓട്ടം കഴിഞ്ഞു. ഏതാണ്ട് ഇന്നൊരു 1600 രൂപ അടുപ്പിച്ച് ഓടി. അപ്പോൾ ഇനി വീട്ടിലേക്കാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.